ഹലോ വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ് ആണ്, ബോയിൽഡ് ഗ്രേപ്പ് ജ്യൂസ്. അപ്പം അതിന് വേണ്ടത് ഗ്രേപ്സ്. ഞാനിവിടെ 2 കപ്പ് ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രേപ്സ് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ്. പിന്നെ ഇത് സീഡ്ലെസ് ആണ്. പിന്നെ ഗ്രേപ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഞാനിത് ഓൾമോസ്റ്റ് 2 hours ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്ന ഗ്രേപ്സ് ആണ്. ഗ്രേപ്സിൽ ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നതാണ്. അപ്പം നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ മറക്കല്ല. പിന്നെ പഞ്ചസാര, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ജ്യൂസ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഗ്രേപ്സിന് നല്ല മധുരമുണ്ട്. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നമ്മളിത് ബ്ലെൻഡറിൽ ഇട്ട് അടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ ഗ്രേപ്സ് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് ഗ്രേപ്സിന് 1.5 കപ്പ് വെള്ളമാണ് പാകം. അപ്പം ഞാനിനി ഗ്രേപ്സ് വെള്ളത്തിലോട്ട് ഇടുവാണ്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് ബോയിൽ ആകണം. ഈ ഗ്രേപ്സ് ബോയിലായി കഴിയുമ്പം ഇതിങ്ങനെ പൊട്ടി മേളിലോട്ട് പൊങ്ങി വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഗ്രേപ്സ് ബോയിൽ ആയിട്ടുണ്ടെന്ന്. അപ്പം നമുക്കൊരു 5 minutes ഇത് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാം. അപ്പം ഞാൻ 5 മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിലിങ്ങനെ ബോയിലായി എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, സ്കിന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് അകത്തെ ഫ്ലഷൊക്കെ പുറത്ത് കാണാൻ പറ്റും, വൈറ്റ് ആയിട്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാ ഇങ്ങനെ പൊട്ടി നമുക്ക് അകത്തെ ഫ്ലഷ് കാണാൻ പറ്റും. സ്കിൻ ഇങ്ങനെ പീൽ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പൊട്ടി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ എല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ ഈ ഗ്രേപ്സ് ബോയിൽ ചെയ്താൽ ഇതിൻ്റെ നീര് നന്നായിട്ട് പുറത്ത് വരും. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് വരും. ഈ നീരെല്ലാം പുറത്ത് നന്നായിട്ട് വരും. അത് കണ്ടോ, വെള്ളത്തിൻ്റെ കളറും ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളവും ഉപയോഗിക്കും നമ്മുടെ ജ്യൂസിൽ. അപ്പം നമുക്കിനി ഇത് തണുത്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇടാം. അപ്പം ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇടാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ. ഞാൻ അതിലോട്ട് ഈ നമ്മുടെ തണുത്ത ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഞാനപ്പോൾ നമ്മൾ ആഡ് ചെയ്ത 3 കപ്പ് വെള്ളവും എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനിയും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. ഞാനപ്പോൾ ഇതിലോട്ട് കുറച്ച് ഐസ് ആഡ് ചെയ്യുവാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇനിയും പഞ്ചസാര ആഡ് ചെയ്യാം. നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പഞ്ചസാര വേണമെങ്കിൽ ഇപ്പം വേണം ആഡ് ചെയ്യാൻ. നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതിന് മുന്നേ പഞ്ചസാര ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിന് പഞ്ചസാരയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ലൈമും മിൻറ്റ് ലീവ്സും ആഡ് ചെയ്യാം. ലൈം ആഡ് ചെയ്താൽ ഇച്ചിരി ഒരു പുളി കിട്ടും. നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ലൈം ആഡ് ചെയ്യാം. മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്താൽ ഒരു റിഫ്രഷിങ് എഫക്റ്റ് കിട്ടും. അപ്പം നമുക്കിനി ഇത് അരിച്ചെടുക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അരിച്ചൊഴിക്കാൻ വേണ്ടി ഒരു അരിപ്പ എടുത്തു. ഇപ്പം എൻ്റെ ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ തിക്കർ ഗ്രേപ്പ് ജ്യൂസാണ് വേണ്ടെങ്കിൽ നിങ്ങൾ 3 കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് ഗ്രേപ്സിന് 1.5 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് അത് കുറച്ച് 1 കപ്പ് ഗ്രേപ്സിന് 1 കപ്പ് വെള്ളം ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. ഞാൻ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് അരിച്ചെടുക്കുവാണ്. ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. സീഡുള്ള ഗ്രേപ്സ് അടിച്ച് നമുക്കത് അരിച്ചെടുക്കാം. പക്ഷേ ടേസ്റ്റിന് എനിക്ക് ചെറിയൊരു വ്യത്യാസം വരും. സീഡിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബിറ്റർനെസ് വരും. അപ്പം ഗ്രേപ്പ് ജ്യൂസിന് ഏറ്റവും നല്ലത് സീഡ്ലെസ് എടുക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബോയിൽഡ് ഗ്രേപ്പ് ജ്യൂസാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സാധാരണ ഗ്രേപ്പ് ജ്യൂസിനെക്കാട്ടിലും. അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം നമുക്കിത് ഫുള്ള് അരിച്ചെടുത്ത് നമ്മുടെ സെർവിങ് കപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ നന്നായിട്ട് അരിച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ച ഗ്രേപ്സ് ഫുൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരിച്ചെടുത്തത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് നല്ല പതയൊക്കെ ഉണ്ട്, അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. നമുക്കിനി നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പം ഞാൻ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് കാണാം, ഈ പതയൊക്കെ ഇങ്ങനെ മേളി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പത ഇഷ്ടമല്ലെങ്കിൽ പത എടുത്ത് കളയാം. അപ്പം ഞാനൊരു ഡ്രിങ്കിങ് ജാറിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. നമുക്കിത് സ്ട്രോ ഇട്ട് കുടിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് റിഫ്രഷിങ് ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ബോയിൽഡ് ഗ്രേപ്പ് ജ്യൂസാണ്, അതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഗ്രേപ്സ് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഭയങ്കര ഒരു എൻഹാൻസ് ടേസ്റ്റാണ്, സാധാരണ ഗ്രേപ്സ് ഇട്ട് അടിക്കുന്ന പോലെ അല്ല. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ഡ് അവർ എപ്പിസോഡ് ആൻഡ് റെസിപ്പി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഞങ്ങളോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പം മറക്കണ്ട, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.